പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നല്ല രീതിയിൽ വ്യൂസ് വന്നുകൊണ്ടിരുന്ന പലർക്കും ഇപ്പോൾ വ്യൂസ് കുറവാണ് എന്നുള്ള കാര്യം തന്നെയാണ് പിന്നെയും ആവർത്തിച്ച് പലരും കമൻസിൽ ചോദിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ എന്നും പലരും ചോദിക്കുന്നുണ്ട്. കാരണം പലരും ചോദിക്കുന്നുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ മാത്രമല്ല, ഇപ്പോൾ എനിക്കും തന്നെയും മുമ്പൊക്കെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ചാനലിന് ഏറ്റവും വേണ്ട കാര്യം വ്യൂസ് തന്നെയാണ്. വ്യൂസ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾക്ക് എല്ലാം വരുന്നത്. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ച് ടൈം ആണെങ്കിലും ഏർണിങ്സ് കിട്ടുന്നതും എല്ലാ കാര്യങ്ങൾക്കും വ്യൂസ് തന്നെ വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾക്ക് വ്യൂസ് യൂട്യൂബിൽ നിന്നും കിട്ടിയാലേ പറ്റുള്ളൂ. അതിനാണല്ലോ നമ്മൾ തമ്പനയിലൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കുന്നത്. നല്ല കണ്ടൻറ്റൊക്കെ കഷ്ടപ്പെട്ട് അത് ഓരോരോ കണ്ടൻറ്റും നമ്മൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതും അതിനു മുമ്പ് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതുപോലുള്ളതൊക്കെ വളരെയധികം പരിശ്രമിച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. മാത്രമല്ല നല്ല രീതിയിൽ ചാനലിൽ വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ, കമൻസൊക്കെ വരികയുള്ളൂ. വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് കിട്ടുകയുള്ളൂ. ഈ വീഡിയോയ്ക്ക് ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളൊരു ലൈക്ക് മറക്കാതെ കൊടുത്തേക്കണേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേർക്ക് ഈ പ്രതിസന്ധി നടക്കുന്നുണ്ട്, വ്യൂസ് കിട്ടാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ വീഡിയോസ് ഇടുമ്പോഴേക്കും ഒരു ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതിനു മുമ്പ് ഞാനിതിപ്പോൾ റെഗുലറായിട്ട് ഈ ടോപ്പിക്കിനെ പറ്റിയുള്ള വീഡിയോസ് ധാരാളം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാനും ഇത്രയെങ്കിലും ഈ ചാനൽ ഉയർന്നു വരാനുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ അറിവും പകർന്ന് തരുമ്പോഴേക്കും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ചാനൽ ഗ്രോ ചെയ്യുവാനും സഹായിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ ഫാമിലിക്ക് എന്താണ് ചെയ്യേണ്ടത്? നിരന്തരം നല്ല നല്ല കണ്ടൻറ്റ് ഇതുപോലെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കൺസിസ്റ്റൻസി ഈ പറയുന്ന ഞാൻ തന്നെ ഇടയ്ക്ക് കുറച്ച് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാതെ പോയി എങ്കിലും തിരിച്ചും ഞാൻ നിങ്ങളോട് പറയുമ്പോഴേക്കും അത് ആദ്യം ഞാൻ ചെയ്തിട്ട് വേണമല്ലോ നിങ്ങളോട് ഞാൻ ഈ അഡ്വൈസും ഒക്കെ ആയിട്ട് വരാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിരന്തരം കണ്ടൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്നാലേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ. ആദ്യം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്നപ്പോഴേക്കും വാച്ച് അവേഴ്സ് വളരെ വേഗത്തിൽ തന്നെ മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കൺസിസ്റ്റൻസി കുറഞ്ഞപ്പോഴേക്കും അതൊക്കെ ഗണ്യമായ രീതിയിൽ കുറയുന്നുമുണ്ട്. അതായത് ഇപ്പോൾ 4 ദിവസത്തിൽ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, 5 ദിവസം 7 ദിവസം, ചിലപ്പോൾ ചിലർ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും വിട്ടു നിന്നിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നത്. ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോഴേക്കും ഈ ഗ്യാപ്പൊക്കെ വരുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മളുടെ ഫാമിലിക്ക് വന്നിട്ട് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസോ കണ്ടൻറ്റോ ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ റെഗുലറായിട്ട് വരുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ ഇപ്പോൾ എന്നും ഒരു സമയത്ത് വീഡിയോസൊക്കെ ഇടുന്ന ഒരു ചാനലാണെങ്കിൽ അതിൽ ഫാമിലി മെമ്പേഴ്സിന് അറിയാൻ പറ്റും ഈ സമയത്ത് എന്നും ആ ചാനലിൽ വീഡിയോസ് വരും. അപ്പോൾ അത് വരുമ്പോഴേക്കും കുറേ പേര് അത് നോക്കി ഇരിക്കും. അത് വന്നാൽ ഉടനെ അവർ കാണുകയും ചെയ്യും. ഞാൻ മുമ്പൊക്കെ നിങ്ങൾക്കറിയാവുന്ന പോലെ എന്നും രാവിലെ 9 മണിക്കായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ ഒരു പക്ഷേ 8:30-ക്കോ 8:45-നോ ഒക്കെ 9-നോ വീഡിയോസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയും ടൈമിങ്ങും കീപ്പ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ വീഡിയോസിന് എൻഗേജ്മെൻറ്റ് വരുള്ളൂ. അപ്പോൾ ഒരുപാട് എൻഗേജ്മെൻ്റ് ഒക്കെ വരുമ്പോഴാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടുതൽ പേരുടെ മനസ്സിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കൊണ്ടുപോകുന്നു. അപ്പോൾ ബിഗിനേഴ്സൊക്കെ വന്നിട്ട് ഈ സമയം പ്രധാനമായിട്ട് പരീക്ഷിച്ച് നോക്കുക. ഏതൊരു നല്ല സമയത്താണോ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ധാരാളം പേര് കാണുന്ന ആ ഒരു സമയം കണ്ടുവയ്ക്കുക. ആ സമയത്ത് തന്നെ കഴിയുന്നത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അനലിറ്റിക്സിൽ പോയാൽ ഗ്രാഫ് സഹിതം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ വാച്ച് അവേഴ്സും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എത്രയോ പേര് നമ്മുടെ വീഡിയോസ് കാണാത്തവരായിട്ട് ഉണ്ടാകും. അപ്പോൾ യൂട്യൂബ് അവരുടെയൊക്കെ മുമ്പിൽ നമ്മുടെ ഇംപ്രഷൻസൊക്കെ കൊണ്ടുപോയാലേ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഇനിയും കയറുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വ്യൂസ് കുറയുമ്പോൾ പല പോരായ്മകളും ചാനലിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നൊക്കെ ആലോചിക്കുക. പിന്നെ തമ്പനയിലായിരിക്കും ചിലപ്പോൾ അത് കറക്റ്റായിരിക്കും. വീഡിയോയ്ക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ വ്യൂസും റീച്ചും ഒക്കെ കുറയും. കാലക്രമേണ നമ്മുടെ ഫാമിലിക്കൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാതെ വരുമ്പോഴേക്കും ആ വ്യക്തി നമ്മളെക്കുറിച്ച് പതുക്കെ മറന്നു പോകാനായിട്ട് ആരംഭിക്കും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരാതെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇങ്ങനത്തെ ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനൽ വഴി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തുടർന്നും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻസ്. ഇന്ന് നിങ്ങളുടെ നല്ല നല്ല കമൻസൊക്കെ വായിച്ചിട്ട് എനിക്കും മനസ്സിന് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. പലരും എന്നോട് പറഞ്ഞിരുന്ന പോലെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ വോയിസൊക്കെ എനിക്കറിയാം. ഓരോ ചാനലിലും എനിക്ക് പ്രിയപ്പെട്ടവരുടെ ചാനലിലൊക്കെ നിങ്ങളുടെ ആളുകളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് ഉടനെ മനസ്സിലാകും നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉള്ളതുപോലെ എനിക്ക് തോന്നും. അപ്പോൾ തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം രാവിലെ വരുന്നവരെ എല്ലാവർക്കും ബൈ.